السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ما بعد. ബഹുമാന്യ സഹോദരങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനി ദഅവത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാവുന്ന ദഅവത്ത് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ 3 ഹിജ്റകളെക്കുറിച്ച് നാം പരാമർശിച്ചു. ആ 3 ഹിജ്റകളും 100% വിജയമായിരുന്നു. ഒന്നാമത്തേത് പരിശുദ്ധ മക്ക ഷരീഫിൽ നിന്നും ത്വായിഫ് ലക്ഷ്യം വെച്ച് കൊണ്ടുപോയത്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ത്വായിഫ് ഹിജ്റ പരാജയമാണോ എന്ന് ചിലർക്കെങ്കിലും ചിന്തിക്കാൻ തോന്നും. യഥാർത്ഥത്തിൽ ഒരിക്കലും അതൊരു പരാജയമായിരുന്നില്ല. തൻ്റെ ഉത്തരവാദിത്വമാവുന്ന ദഅവത്ത് നടത്തി നാട്ടിൽ ഉത്തരവാദപ്പെട്ടവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒറ്റടിക്ക് ആദ്യഘട്ടം വിജയം ലഭിച്ചില്ലെങ്കിലും ബഹുമാനപ്പെട്ട അദ്ദാസ് എന്ന നീനവക്കാരനായ അഹ്ലി കിതാബി ഇസ്ലാമതം വിശ്വസിച്ചുകൊണ്ട് നബി തങ്ങൾക്ക് വലിയൊരു ആശ്വാസം, തൻ്റെ ദഅവത്ത് തികച്ചും യുക്തിയുക്തമാണെന്നും അതിലെ കുറവുകൊണ്ടല്ല ആളുകൾ സ്വീകരിക്കാത്തത് എന്നും അനുഭവത്തിലൂടെ മനസ്സിലാക്കി. ഒന്നാമത്തെ വിജയം അത് തന്നെ. മറ്റൊന്ന്, എപ്പോഴും തൻ്റെ കൂടെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും ഉണ്ട് എന്ന സന്ദേശം മലക്കിനെ ഇറക്കിക്കൊണ്ട് അള്ളാഹു തആല കൊടുക്കുകയും വഴിമധ്യേ ബത്ന് നഖ്ലയിൽ വെച്ച് തൻ്റെ പ്രബോധിതരായ തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ അർദ്ധഭാഗമാവുന്ന ജിന്നു വംശത്തെ ദഅവത്ത് സന്ദേശം എത്തിക്കുകയും അവരിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയും അവർ സ്വയം ഏറ്റെടുത്ത് ജിന്നുവർഗത്തിൻ്റെ ദഅവത്ത് സജീവമാക്കുകയും ചെയ്ത് അങ്ങനെ മനുഷ്യരിലേക്കും ജിന്നിലേക്കുമുള്ള ദഅവത്തിൻ്റെ ബാബ് തുറന്നു കിട്ടി വിജയത്തിൻ്റെ വെന്നിക്കൊടി പറത്തിയ യാത്ര തന്നെയാണ് ത്വായിഫ്. അത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ ഹിജ്റ 100,000-ലധികം വരുന്ന മഹാന്മാരായ അംബിയാ മുർസലുകളെ ഹാജരാക്കി അവർ മുഴുവനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഏതടിയന്തര ഘട്ടത്തിലും ആവശ്യമാവുന്ന സഹായം ചെയ്യാൻ അവർ സന്നദ്ധരാണ് എന്ന് അറിയിച്ചു. അവരുമായി പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അങ്ങനെ ആ യാത്രയും 100% വിജയകരമായിരുന്നു. മൂന്നാമത് അവിടെ നിന്ന് സിദ്റത്തുൽ മുൻതഹ വരെ നടത്തിയ യാത്രയിൽ ഹമലത്തുൽ അർശ് തൊട്ട് 1ാം ആകാശം വരെ എണ്ണിയാലൊടുങ്ങാത്ത ബഹുകോടി മലായിക്കത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി തശ്രീഫിൻ്റെ ജിസാരത്ത് സ്വീകരിച്ച് തങ്ങളുടെ ഉമ്മത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അതിലൂടെ അവർക്ക് മഹത്വം കൂടുകയും ഉമ്മത്തിൻ്റെ വർധനവ് കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വർദ്ധിക്കുകയും ചെയ്തുകൊണ്ട് വാനലോകത്ത് വൻ വിജയം നേടിയ യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ മക്കയുടെ സാഹചര്യം അപ്പോഴും ദഅവത്ത് നടത്താൻ പറ്റുന്ന അനുകൂല സാഹചര്യമല്ല. അപ്പോൾ ഒരു അനുകൂല സാഹചര്യമുള്ളൊരു സ്ഥലം ലഭിക്കാൻ വേണ്ടിയിട്ട് സൂഖുകളിൽ സൂഖ് ഒക്കാവ്, സൂഖ് മജന്ന, സൂഖ് ദിൽമജാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട അറബി ഗോത്രങ്ങൾ സംബന്ധിക്കുന്ന സൂഖുകളിലും ഹജ്ജ് സീസണിലും ഓരോ ഗോത്രങ്ങളെ കണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും തന്നെ ഏറ്റെടുത്ത് കൊണ്ടുപോയി നിങ്ങളുടെ നാട്ടിൽ
എനിക്ക് ദഅവത്ത് നടത്താനുള്ള സംരക്ഷണം തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്ത കൂട്ടത്തിൽ നുബുവത്തിൻ്റെ 11-ാം വർഷം 6 സംഘം ഔസുകാരെ കണ്ട് അവർ ഇസ്ലാം മതം വിശ്വസിച്ച് അവർ മദീനയിലേക്ക് മടങ്ങിയതാണ് ആ വിജയത്തിൻ്റെ മറ്റൊരു തുടക്കം. അവരുടെ പ്രവർത്തനപരമായി 12-ാം വർഷം 12 പേര് വരികയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വിശ്വാസം പങ്കെടുത്തു എന്നല്ല, വിശ്വാസം അർപ്പിച്ചു എന്നതിൻ്റെ പുറമെ ആദ്യത്തെ അഖബ 1-ാം അഖബ കരാറിൽ ഏർപ്പെടുകയും അവരുടെ കൂടെ മഹാനായ സഹാബാക്കളിൽ പ്രമുഖനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു എന്ന അൽ-മുഖ്രിഇനെ അയച്ചു കൊടുത്തുകൊണ്ട് മദീനയിലെ പ്രബോധന പ്രവർത്തനം ശക്തിപ്പെടുത്തി. അത് വൻ വിജയത്തിൻ്റെ വക്കിലെത്തി. ആ സമയത്താണ് 13-ാം വർഷം മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് 73 പുരുഷന്മാരും 2 സ്ത്രീകളും ഉൾക്കൊള്ളുന്ന 75 അംഗ സംഘം അഖബയിൽ 2-ാം ഉടമ്പടി ചെയ്യുന്നത്. ആ ഉടമ്പടിയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം വിട്ട് മദീനയിൽ വരികയാണെങ്കിൽ സകലമാന സംരക്ഷണങ്ങളും ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചു കൊള്ളാമെന്നും തങ്ങളെ ഞങ്ങൾ 2 കൈയും കാട്ടി സ്വീകരിക്കുന്നു എന്നും തങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് ചെയ്യാൻ ഞങ്ങളെ മദീന സജ്ജമാണ് എന്നുള്ള കരാറും അവർക്ക് സ്വർഗം നൽകാമെന്നുള്ള വാഗ്ദാനവും നൽകിക്കൊണ്ട് ഹിജ്റക്കുള്ള സാഹചര്യം തെളിയുന്നു. രാത്രി തന്നെ അത് ലീക്കായെങ്കിലും പകൽ സമയത്ത് ഈ കരാറും അത് മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നു എന്ന വാർത്ത ഖുറൈശികൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവരസ്വസ്ഥരാകുകയും ഇതെന്തുകൊണ്ടും മുളയിൽ തന്നെ നുള്ളണമെന്ന് നിലക്ക് അവരെ പിടികൂടി ശിക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതിൽ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു ഒഴികെ ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. സഅദ് ബിൻ ഉബാദയെ അവർ കഠിനമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും മദീനയിലെ എടത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷകനുമായിരുന്ന സഅദ് ബിൻ ഉബാദ മുത്തഇം ബിൻ അദീനെ വിളിച്ച് സഹായം തേടുകയും അദ്ദേഹം മഹാനവറുകളെ സംരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവർ മദീനത്തേക്ക് പോയി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ ആളൊക്കെ പിരിഞ്ഞു പോയതിൻ്റെ ശേഷം മുഹറം ആരംഭത്തിൽ 13 വർഷം കഴിഞ്ഞ് 14-ാം വർഷത്തിൻ്റെ മുഹറത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകളോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹാബാക്കളെ, നമുക്ക് ഒരു രാജ്യവും ഒരു കൂട്ടുകാരും അള്ളാഹു തന്നിട്ടുണ്ട്. അന്ന് യസ്രിബ് എന്ന പേരാണ്. യസ്രിബിൽ നിങ്ങൾക്ക് പോവാം. അവിടെ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്ന സത്യവിശ്വാസികളുടെ വലിയൊരു വ്യൂഹം തന്നെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല അവിടെ നമുക്ക് തരും. ദീനി ദഅവത്ത് നടത്താനുള്ള എല്ലാ വാതിലുകളും യസ്രിബ് മുഖേന അല്ലാഹു തആല തരും. അതുകൊണ്ട് ഓരോരുത്തരും സാധിക്കുന്നവരൊക്കെ ഹിജ്റ പോയിക്കൊള്ളൂ. അവിടെ നമ്മൾ നോക്കണം, സാധാരണ യാത്ര പോകുന്ന സമയത്ത് യുദ്ധയാത്രയാണെങ്കിലും മറ്റ് യാത്രയാണെങ്കിലും നായകനായ തിരുനബി സ്വല്ലല്ലാഹു ഏറ്റവും ബേക്കിലായിരിക്കുക. കാരണം എന്താ, അവശരും അശരണരും അശക്തരുമുണ്ടെങ്കിൽ അവർ പിന്നിലേക്കും പിന്തള്ളപ്പെടും. അപ്പം അവരെ കൂടി നയിച്ച് മുന്നോട്ട് അവരെ കൂടി മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നായകൻ പിന്നിലാണ് ഉണ്ടാവുക. എന്നതുപോലെ തന്നെ ഈ ഹിജ്റയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാ കിറാമുകളെ യാത്ര അയച്ചു. അങ്ങനെ ഒറ്റക്ക് ഒരാളും 2 ആളും 3 ആളുമായിട്ട് സ്വകാര്യമായി രഹസ്യമായാണ് ഏതാണ്ട് എല്ലാവരും പോയത്. അതിൽ വ്യത്യസ്തമായി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ യാത്ര എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്തത പുലർത്തുന്നത് പോലെ ഹിജ്റയിലും അദ്ദേഹം ഒരു വ്യത്യസ്തത പുലർത്തി. പാവപ്പെട്ട ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രയാസമുള്ള
ഏതാണ്ട് 10-30ഓളം ആളുകളെ സമീപിച്ച് അവരോട് പറഞ്ഞു, നാളെ ഇന്ന സമയത്ത് ഞാൻ തന്നെയിലെത്തും, നിങ്ങളവിടെ ഒരുമിച്ച് കൂടണം, നിങ്ങൾക്ക് നേതൃത്വം തന്നുകൊണ്ട് ഞാൻ വരാം, പരസ്യമായി തന്നെ നമുക്ക് ഹിജറ പോകണം. അങ്ങനെ ആളുകളൊക്കെ തന്നീമിൽ സംഘടിച്ചു. 10-30ഓളം ആളുകൾ, ഒക്കെ സാധുക്കളും പാവപ്പെട്ടവരുമാണ്. തൻ്റെ ഉടവാള് കയ്യിലേന്തി അമ്പും വില്ലും കയ്യിലെടുത്ത് നേരെ മസ്ജിദുൽ ഹറാമിൽ ചെന്നു. ഖുറൈശി പ്രമുഖരെല്ലാം മസ്ജിദുൽ ഹറാമിലുണ്ട്. നേരെ ചെന്ന് കഅബ തവാഫ് ചെയ്തതിന് ശേഷം അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഖുറൈശികളെ, ഞാൻ മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. ഉമ്മക്ക് മോനില്ലാതെ കാണണമെന്നാഗ്രഹിക്കുന്നവർ, മക്കൾ അനാഥരാകണമെന്നാഗ്രഹമുള്ളവർ, ഭാര്യ വിധവയാകണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ വരൂ, നിങ്ങൾ ഞാൻ തന്നീമിൽ കാണും, നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടാം, ധൈര്യമുള്ളവർക്ക് എന്നെ തടയാം. ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഒരാളും ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിച്ചില്ല. അങ്ങനെ പരസ്യമായി ഹിജറ പുറപ്പെട്ട ഏക വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സഹയാത്രികർ അദ്ദേഹത്തിൻ്റെ പിൻബലത്തോടു കൂടി പുറപ്പെട്ടു. ബാക്കിയുള്ളവരുടെ യാത്ര ഉമ്മു അയ്മൻ റളിയല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃസ്ഥാനത്തുള്ളവരാണ്. അവർ യാത്ര പോകുന്നത് ഒറ്റക്കായിരുന്നു. വൃദ്ധയായ നീഗ്രോ വംശജയായ ഒരു സ്ത്രീ 450-ലധികം കിലോമീറ്റർ വരുന്ന, ഇന്നത്തെ യാതൊരു സൗകര്യവുമായിട്ടില്ലാത്ത അക്കാലത്ത് ഏകദേശം 450 കിലോമീറ്റർ വരുന്ന ദൂരം ഒരു സ്ത്രീ, വൃദ്ധയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ പ്രയാസം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവർ പോയി. കൂടെ ഉണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞു, ഭക്ഷണം അവസാനിച്ചു, വഴിമധ്യേ ദാഹിച്ചവശയായി തൊണ്ട വരണ്ട് മരിക്കുമെന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം പ്രത്യക്ഷപ്പെടുകയും അത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ പാനീയം മതി വരുവോളം അവരത് കുടിച്ചു. അതിനുശേഷം മരണം വരെ അവർക്ക് ദാഹം അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ അവർ ഒറ്റയ്ക്ക് യാത്ര പോയി. അതുപോലെ മുമ്പ് നമ്മൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ പരിചയപ്പെട്ടിടത്ത് പറഞ്ഞ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല ഒരു വർഷം നീട്ടി നിന്ന മഹാത്യാഗത്തിലൂടെയാണ്. അതിന് കാരണം ഈ കരാറുണ്ടായ ഉടനെ ആദ്യമായി പുറപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃ സഹോദരിയുടെ പുത്രനാണ് അബൂ സലമ. ഭാര്യ മക്കയിൽ കണ്ട ഏറ്റവും വലിയ ധർമ്മിഷ്ഠനും നേതാവുമായിരുന്ന സാദുർ റാക്കിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാവ്യാപാരിയും ധർമ്മിഷ്ഠനുമായിരുന്ന മഹാന്റെ പുത്രിയായിരുന്നു ഉമ്മു സലമ. അതിസുന്ദരിയും യുവതിയുമായ അബൂ സലമയെയും തൻ്റെ കുഞ്ഞ് മകനാവുന്ന ഉമറിനെയും കൂട്ടി അവർ യാത്ര പുറപ്പെടുക. നേരത്തെ ഹബിഷയിലേക്കുള്ള യാത്രയിലും അവർ പോയിട്ടുണ്ട്. അത് തന്നെ കുടുംബത്തിന് സ്വീകാര്യമായിരുന്നില്ല. ബനു മഖ്സൂമുകാർ, അബൂജഹലിനൊക്കെ കുടുംബത്തിൽപ്പെട്ട ബനു മഖ്സൂമുകാരിയാണ് ഉമ്മു സലമ. രണ്ടാമത് മദീനയിലേക്ക് പുറപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ അബൂ സലമയുടെ ഈ യാത്ര തടയാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ബനു മഖ്സൂമുകാർ അവരെ ചുറ്റും വളഞ്ഞു. നിനക്ക് നാട് തണ്ടി നടക്കാനുള്ള സ്വഭാവവും ആഗ്രഹവും ആവശ്യവുമാണ്, നിനക്കതാവാം. നീ ഞങ്ങളുടെ കുടുംബക്കാരനല്ല, ബന്ധു മാത്രമാണ്. നിനക്കങ്ങനെ പോയേ പറ്റുമെങ്കിൽ നിനക്ക് പോകാം. പക്ഷേ ഞങ്ങൾ ഈ നാട്ടിലെ തറവാട്ടുകാരാണ്, ബനു മഖ്സൂമുകാർ. ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട
വ്യക്തിയാണ് ഉമ്മു സലമ. അതുകൊണ്ട് അവരെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ബലത്താൽ പിടിച്ചു വെച്ചു. അബൂ സലമ തൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു, തൻ്റെ ഭാര്യയും നഷ്ടപ്പെട്ടു. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹിജ്റ എന്തായാലും താൻ ഒഴിവാക്കില്ല എന്ന വാശിയിൽ കൈവിട്ടു പോയതെല്ലാം പോട്ടെ, താൻ തൻ്റെ ശരീരവും ജീവനും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുമെന്നുള്ള ദൃഢമായ തീരുമാനത്തോടു കൂടി അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മദീനയിൽ ചെന്ന് ദീനി ദഅവത്തിൽ വ്യാപൃതനായി. ഉമ്മു സലമയെ പിടിച്ചുവെച്ചു എന്നും അവർ അബൂ സലമയുടെ കൂടെ പോകാൻ അനുവദിച്ചില്ല എന്നും കേട്ടപ്പോൾ ബനു അസദുകാരാണ് അബൂ സലമയുടെ കുടുംബം. ഈ ബനു അസദുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മകളെ നിങ്ങൾ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ വിരോധമില്ല, പക്ഷേ കുട്ടി ഞങ്ങളുടേതാണ്, ബനു അസദുകാരനാണ്, അതുകൊണ്ട് കുട്ടികളെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരില്ല. അങ്ങനെ വാക്ക് തർക്കത്തിനിടയിൽ ബനു അസദുകാരും ബനു മഖ്സൂമുകാരും തമ്മിലുള്ള തർക്കത്തിനിടയിൽ ഈ കൊച്ചു കുഞ്ഞ്, വലൂടി പ്രായത്തിലുള്ള ഈ കുഞ്ഞിനെ പിടിവലിയായി. അബൂ സലമന്റെ കുടുംബക്കാരാവുന്ന ബനു അസദുകാർ ഒരു ഭാഗത്തേക്കും ഉമ്മു സലമന്റെ കുടുംബക്കാരാവുന്ന ബനു മഖ്സൂമുകാർ ഒരു ഭാഗത്തേക്കും കുട്ടിയെ പിടിച്ചു വലിച്ചതിൽ കുട്ടിയുടെ കൈച്ചട്ടയിൽ നിന്നിട്ട് വേറിട്ടു, പരിക്കേറ്റു. അങ്ങനെ ബലത്താൽ ബനു അസദുകാർ മുലക്കുടി പ്രായത്തിലുള്ള ഈ കുഞ്ഞിനെ അവർ പിടിച്ചെടുത്ത് അവർ കൊണ്ടുപോയി. ഉമ്മു സലമയെ അവരുടെ കുടുംബമാവുന്ന ബനു മഖ്സൂമുമാരും കൊണ്ടുപോയി. ഇപ്പോൾ ഭർത്താവ് മദീനയിൽ, കുഞ്ഞ് ഭർത്താവിൻ്റെ കുടുംബമാവുന്ന ബനു അസദിൽ. താൻ ഭർത്താവും നഷ്ടപ്പെട്ടു, കുഞ്ഞിനെയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവർ നിലക്ക് ബനു അസദുകാർ ദിവസവും രാവിലെ വന്ന് ഈ ഭർത്താവിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട സ്ഥലത്ത് വന്ന് കരഞ്ഞിരിക്കും. വൈകുന്നേരം വരെ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി അവിടെ ഇരിക്കും. വൈകി ഇരുട്ടാകാനാവുമ്പോൾ വീട്ടിൽ തിരിച്ചു പോകും. ഇതെല്ലാവരും കാണുന്നൊരു ദുഃഖ കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം പൂർത്തിയാവുന്ന സമയത്ത് ബനു മഖ്സൂമുകാരിൽ തന്നെ മനസ്സലിഞ്ഞ ചില ആളുകൾ പറഞ്ഞു, എന്തിനാണ് ഒരു പാവപ്പെട്ട സ്ത്രീയെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോകുന്നതിൽ നിന്ന് നമ്മൾ എന്താ തടയേണ്ട ആവശ്യം? അവർക്കങ്ങനെ പോയേ നിർബന്ധമാണെങ്കിൽ പോയിക്കോട്ടെ. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, എന്നാൽ അവൾക്ക് നിർബന്ധമാണെങ്കിൽ പോയിക്കോട്ടെ. അങ്ങനെ അവർ വിട്ടയച്ചു, പോകാൻ അനുവദിച്ചു എന്ന് കേട്ടപ്പോൾ ബനു അസദുകാരും തന്നെ പറഞ്ഞു, അവളെ അവർ വിട്ടുവെക്കൽ, കുട്ടിനെയും നമ്മളും വിടും, കാരണം അവരുടെ ഭർത്താവിൻ്റെ അടുക്ക് പോകല്ലേ. അങ്ങനെ കുട്ടിയെ തിരിച്ചു കിട്ടി. ഭർത്താവിൻ്റെ അടുക്കേക്ക് ഈ 450 കിലോമീറ്റർ അകലമുള്ള മദീനയിലേക്ക് സുന്ദരിയായ ഒരു യുവതിയും ഒരു കൈക്കുഞ്ഞുമായി ഒറ്റയ്ക്ക് യാത്ര പോവുക. ആ യാത്ര പുറപ്പെട്ട് തൻഈം കഴിഞ്ഞപ്പോഴേക്ക് ഉസ്മാൻ ബിൻ ത്വൽഹത്തുൽ അജബി എന്ന് പറയുന്ന കഅബ ഷരീഫിന്റെ താക്കോൽ അധികാരികളിൽപ്പെട്ട ഉസ്മാൻ ബിൻ ത്വൽഹത്ത് കണ്ടു. മഹായോഗ്യനായ നല്ല ആരോഗ്യവാനും സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു യുവാവാണത്തെ. മുശ്രിക്കാണ്, ഖുറൈശികളുടെ മതത്തിലാണ്. എങ്കിലും അല്ല, സാദുർ റാക്കിബിന്റെ മോളാണല്ലോ. കുട്ടി, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എൻ്റെ ഭർത്താവുള്ള യസ്രിബിലേക്ക്. നിന്റെ കൂടെ ആരുണ്ട്? എൻ്റെ കൂടെ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ സംരക്ഷണമുണ്ട്, പിന്നെ ഈ മുല കുടിക്കുന്ന ഈ പൈതൽ കുട്ടിയുമുണ്ട്, വേറെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ പറഞ്ഞു, അങ്ങനെ നിന്നെ വിട്ടുകൂടാ. ഈ നാട്ടിലെ യാത്രക്കാർക്ക് മുഴുവനും പൂർണ്ണമായും ഭക്ഷണം ദാനം ചെയ്തിരുന്ന സാദുർ റാക്കിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്റെ പുത്രി ആരോരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് 10 ദിവസത്തെ യാത്ര ചെയ്യേണ്ട ഈ യാത്രയെ നിന്നെ തനിച്ചു വിടാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം 100% വിശ്വസ്തയോടുകൂടി
ഉമ്മുസലമയെയും കുഞ്ഞിനെയും ഒട്ടകപ്പുറത്ത് കയറ്റി അയാൾ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് നടന്ന് 9 ദിവസം പൂർത്തിയായപ്പോഴാണ് ഖുബായിലെത്തുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ കാണുന്ന ഖുബാ എന്ന് പറയുന്ന ആ പട്ടണമാണ്, അവിടെയാണ് നിന്റെ ഭർത്താവ് അബൂ സലമ ഉള്ളത്, ഇനി നിനക്ക് പോകാം എന്ന് പറഞ്ഞ് യാത്രയാക്കി അദ്ദേഹം തിരിച്ചു പോന്നു. ഇങ്ങനെ ഒറ്റക്കും ചെറുസംഘമായും സ്ത്രീകളും പുരുഷന്മാരും യാത്ര ചെയ്യാനാവുന്നവരെല്ലാവരും പോയി. ഇനി ഇവിടെ ശേഷിക്കുന്നത് തൻ്റെ സഹായിയും സംരക്ഷകനും തനിക്ക് വേണ്ടപ്പെട്ടവനുമായ മഹാനായ ഇമാം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് പുരുഷനായിട്ട് ഒരാൾ കൂടെയുള്ളത്. വീട്ടിൽ തൻ്റെ കൂടെ താമസിക്കുന്നു. എല്ലാത്തിനും താങ്ങും തണലുമായിട്ട് അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. മറ്റൊന്ന്, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അദ്ദേഹം പലപ്പോഴും സമ്മതം ചോദിച്ചിരുന്നു. സമ്മതം ചോദിക്കുമ്പോഴൊക്കെ പറയും, അബൂബക്കർ അല്പം കൂടി ക്ഷമിക്കൂ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൂട്ടുകാരനെ കൂടി കിട്ടും എന്ന് പറഞ്ഞാൽ തങ്ങളുടെ യാത്രയിൽ കൂടെ പോകാൻ ഒരാൾ എന്ന നിലയ്ക്ക് വിശ്വസ്തനായ തൻ്റെ അടുത്ത കൂട്ടുകാരനും സ്നേഹിതനുമായ സിദ്ദീഖിനെ പോകാൻ അനുവദിക്കാതെ നിർത്തുകയാണ്. ഇനി മക്കയിൽ മുസ്ലിമായി സ്വന്തം നിലയ്ക്ക് യാത്ര ചെയ്യാൻ കഴിവുള്ള ആരും ബാക്കിയില്ല. അവശരും ബന്ധനസ്ഥരാക്കപ്പെട്ടവരും തടയപ്പെട്ടവരുമല്ലാതെ ആരുമില്ല. ഈ സമയത്ത് ഖുറൈശികൾ പ്രശ്നത്തിൻ്റെ ഗൗരവം ആലോചിക്കാനും അന്തിമമായ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണാനും വേണ്ടി അവരുടെ പാർലമെൻറ്റ് ഹൗസാവുന്ന ദാറുൻ നദ്വയിൽ യോഗം കൂടി. ഖുറൈശി പ്രമുഖരല്ലാതെ ആരും അതിൽ കൂടിയിട്ടില്ല. എന്നാൽ കൂട്ടത്തിൽ നജീദുകാരനായ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ, ഒരു മാന്യനും യോഗ്യനുമായ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ ഒരാൾ, പിശാചായിരുന്നു അത് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വിശദീകരിച്ചത്. അങ്ങനെ ഇവർ യോഗം കൂടി പലരും പല അഭിപ്രായവും പറഞ്ഞു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, മുഹമ്മദിനെ ഈ നിലക്ക് വിട്ടേക്കാൻ എന്തായാലും പറ്റില്ല. കാരണം ദിവസങ്ങൾക്ക് അവൻ്റെ അനുയായികളൊക്കെ ഏതാണ്ടൊക്കെ യസ്രിബിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഏത് സമയത്തും രാവോ പകലോ ആയി മുഹമ്മദും മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് പുറപ്പെടും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മദീന ഒരു ശക്തി രാഷ്ട്രമായി മാറും. അങ്ങനെ വന്നാൽ ഖുറൈശികളാവുന്ന നമ്മുടെ ഏറ്റവും വലിയ വരുമാന മാർഗമാവുന്ന വ്യാപാരത്തിൽ മുഖ്യഭാഗം നടക്കുന്നത് ഷാമിലേക്കുള്ള വ്യാപാരമാണ്. ഈ ഷാമിലേക്കുള്ള വ്യാപാരം പോകുമ്പോഴും തിരിച്ച് ഷാമിൽ നിന്നിട്ട് മക്കയിലേക്ക് വസ്തുക്കളുമായി വരുമ്പോഴും ഇടത്താവളമായി ഉപയോഗിക്കുന്ന പ്രദേശമാണ് യസ്രിബ്. നമ്മുടെ വഴിയോരത്തിലാണെന്ന് മാത്രമല്ല, നമ്മുടെ താവളവുമാണ്. അത് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, അവിടെ മുഹമ്മദ് അനുയായികളും ശക്തിയുള്ള ഒരു രാജ്യം സ്ഥാപിച്ചാൽ അത് നമ്മുടെ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുകയും അതുകൊണ്ട് മക്കയുടെ നിലനിൽപ്പ് ഭീഷണിയാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ അന്തിമമായി ഒരു തീരുമാനമെടുക്കണം. ഒരു വിഭാഗം നേതാക്കന്മാരുടെ അഭിപ്രായം, നല്ല ശക്തമായ ഒരു വീട്ടിൽ കൈയും കാലും മാമം വെച്ച് ഒരു റൂമിനകത്തിട്ട് പൂട്ടുക, ഭക്ഷണവും വെള്ളവും ഒരു ചെറിയ ദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ മേലെ മച്ചിൻപുറത്തിലൂടെയോ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു നിശ്ചിത കാലം വരെ ഒരു മനുഷ്യനല്ലേ 50-53 വയസ്സായി, ഇനി എത്ര കാലം ജീവിക്കാന്നുള്ളൂ, കുറഞ്ഞ കാലയിലേ ജീവിക്കൂ. ആ കാലം വരെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഭക്ഷണവും വെള്ളവും കൊടുത്ത് ഒരു റൂമിലിട്ട് പൂട്ടി ചങ്ങലക്കിടുക. ഇത് പറഞ്ഞപ്പോൾ ഈ നജ്ദുകാരനായ നേതാവ് ഇടപെട്ടു. ഈ വൃദ്ധൻ, നിങ്ങളെ പറയുന്നത് വിഡിത്തമാണ്. ഇങ്ങനൊരു വീട്ടിലിട്ട് അദ്ദേഹത്തെ പൂട്ടി ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിവരം മദീനയിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അറിയും. അവർ രഹസ്യമായി വന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ച്
കൊണ്ടുപോകും. നിങ്ങൾ ചെയ്ത പണിയൊക്കെ വെറുതെ പാഴാവും. അതുകൊണ്ട് അതൊരു ബുദ്ധിയല്ല. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, നല്ല ഒരു ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തുക, കയ്യും കാലും കെട്ടുക, എന്നിട്ട് ഒട്ടകത്തെ തെളിച്ചു വിടുക. എവിടേക്കെങ്കിലും പോട്ടെ, നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഈ ശല്യം എന്നേക്കുമായി അവസാനിക്കും. ഈ അഭിപ്രായം പറഞ്ഞപ്പോഴും ഈ നജ്ദുകാരനായ വൃദ്ധൻ പറഞ്ഞു, നിങ്ങളെ പറഞ്ഞതൊരു ബുദ്ധിയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സ്വഭാവവും വശ്യമധുരമായ സംസാരവും ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏത് ജനങ്ങളുടെ ഇടയിൽ ചെന്ന് പെട്ടാലും അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവശുദ്ധി, അദ്ദേഹത്തിൻ്റെ വശ്യമായ സംസാരം, ഇതിൽ ആകൃഷ്ടരായി ആളുകൾ അദ്ദേഹത്തിന് അനുയായികളാവും. അങ്ങ് ആ പ്രദേശത്തുകാർ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് അവരെയും കൂട്ടി മക്കയിൽ വന്ന് നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ഒരു വഴിയല്ല. അവസാനം അവർ അബുൽ ഹക്കം എന്ന് വിളിക്കുന്ന അവരുടെ ലീഡർ അബൂജഹൽ, അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ വിഷയത്തിൽ നല്ലൊരു അഭിപ്രായമുണ്ട്. നിങ്ങളാരും ഇപ്പോഴും ആ അഭിപ്രായത്തിൽ എത്തിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എന്നാ നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എന്താ? അദ്ദേഹം പറഞ്ഞു, മക്കയിലുള്ള എല്ലാ പ്രമുഖ ഗോത്രത്തിൽ നിന്നും യോഗ്യരായ 1 or 2 യുവാക്കളെ തിരഞ്ഞെടുക്കുക. അങ്ങനെ എല്ലാ ഗോത്രത്തിൽ നിന്നും 1 or 2 പ്രമുഖരായ യുവാക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് നല്ല ആയുധം കൊടുത്ത് ഒരു രാത്രി സമയത്ത് മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് അയക്കുക. വീട് ചുറ്റും വളഞ്ഞിരിക്കുക, ആയുധമേന്തിക്കൊണ്ട് നേരം പുലരുവോളം. പ്രഭാതം പുലരുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് പുറത്തു വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഒറ്റയടിക്ക് ഒരാളെപ്പോലെ ഒറ്റയടിക്ക് വെട്ടിക്കൊല്ലുക. ഇങ്ങനെ വന്നാൽ അദ്ദേഹത്തെ കൊണ്ടുള്ള ശല്യം എന്നേക്കുമായി അവസാനിക്കും. അതോടുകൂടി മക്കയിലുള്ള എല്ലാ ഗോത്രത്തിൽപ്പെട്ടയും ആളുകൾ പങ്കെടുത്ത കൊലപാതകമായതുകൊണ്ട് മക്കയിലുള്ള മുഴുവൻ അറബികളോട് ഖുറൈശികളോട് യുദ്ധം ചെയ്യാനൊന്നും ബനു ഹാഷിമാർക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവർ ദിയ, ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അതിന് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിന് ദിയ എന്നാണ് പറയാം. ഈ ദിയ ആവുന്ന 100 ഒട്ടകം, അത് നമ്മളെല്ലാവരും കൂടി ആ 100 ഒട്ടകം കൊടുക്കാൻ നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്യുക, ഈ പ്രശ്നത്തിന് അന്തിമമായൊരു തീരുമാനവുമാകും. ഈ അഭിപ്രായം അബൂജഹൽ പറഞ്ഞപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു, അതാണ് ബുദ്ധി, അതാണ് ശരിയായ അഭിപ്രായം. എന്നേക്കും ഈ പ്രശ്നത്തിന് അന്തിമ പരിഹാരമാകാൻ ഇതേ വഴിയുള്ളൂ. ഇങ്ങനെ ഇവർ തീരുമാനം ചെയ്ത് പിരിയുന്നു. എന്നാൽ നബി തങ്ങൾ ഹിജ്റ പോകാനുണ്ടായ നിർബന്ധിത സാഹചര്യം, ഇനി ഇവിടെ ഒരു ദിവസവും നിൽക്കാൻ കഴിയില്ലെന്നും നിന്നാൽ അടുത്ത രാത്രി തന്നെ അവർ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഉള്ള വിവരം ഇവരെടുത്ത ഈ ചർച്ചകളൊക്കെ അല്ലാഹു തആല വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടി. നേരത്തെ തന്നെ തങ്ങൾക്കൊരു കൂട്ടുകാരനെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നുവല്ലോ. അതനുസരിച്ച് അദ്ദേഹം നല്ല യൗവനത്തിലുള്ള ആരോഗ്യവതിയായ 2 ഒട്ടകങ്ങളെ വില കൊടുത്തു വാങ്ങി പോറ്റി സംരക്ഷിക്കുകയാണ്. എന്തിന്? തനിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ട വാഹനം എന്ന നിലക്ക് എല്ലാം റെഡിയാണ്. സാധാരണ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ എന്നും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാറുണ്ട്. അത്രയും അടുത്ത കൂട്ടുകാരാണ് അവർ. പക്ഷെ അന്ന് നട്ടുച്ച സമയത്ത്, തലേ ദിവസമാണ് ദാറുൻ നദ്വയിൽ ഈ യോഗം ചേരുന്നത്. ഇന്ന് വൈകിട്ട് രാത്രിയാണ് അവർ കൊല്ലാൻ തീരുമാനിച്ചത്. അതിനു മുമ്പ് ഉച്ചയ്ക്ക് തന്നെ നട്ടുച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കയറി ചേരുന്നത് കണ്ടപ്പോൾ കുട്ടിയാണെങ്കിലും ആയിഷ ബീവി പെട്ടെന്ന് മനസ്സിലാക്കി, ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാറില്ലല്ലോ.
എപ്പോൾ വരികയാണെങ്കിലും ഒന്നിരിക്കൽ രാവിലെ വരും, അല്ലെങ്കിൽ വൈകിട്ട് വരും, ഉച്ചയ്ക്ക് വരാറില്ല. എന്തോ പ്രധാനമായ എന്തോ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് ഉച്ചയ്ക്ക് വന്നത് എന്ന് മനസ്സിലാക്കി വേഗം ചെന്ന് വീട്ടിൽ കയറിയതിന് ശേഷം സലാം പറഞ്ഞ് വീട്ടിൽ കയറി സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇവിടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരോടൊക്കെ ഒന്ന് മാറിക്കാൻ പറയാം. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പുറമേ ആരുമില്ല. ഒന്ന് എൻ്റെ ഭാര്യ ഉമ്മു റുമാനാണ്, മറ്റൊന്ന് മോള് അസ്മാ ആണ്, മറ്റൊന്ന് തങ്ങളുടെ ഭാര്യ തന്നെയായ ആയിഷ ആണ്, പുറമേ ആരുമില്ല. അപ്പോൾ പറഞ്ഞു, യാത്രക്കുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. ഈ വിവരം അറിയിച്ചുകൊണ്ട് അല്ലാഹുവിൽ ഹിജ്റ പോകാനുള്ള അനുമതി കൊടുക്കുകയാണ്. യാത്രക്കുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അസ്സുഹബത്ത് യാ റസൂലല്ലാഹ്, ഞാനും കൂടെ വരട്ടെ എന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളും കൂടെ വരണം. അപ്പോഴുണ്ടായ സന്തോഷം കൊണ്ട് സന്തോഷാധിക്യത്താൽ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് വന്നുപോയി. അശബി പറയാണ്, സങ്കടപ്പെട്ട് കരയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ട് സന്തോഷത്തിൽ കരയുന്നത് ആദ്യം കാണുന്നത് അതാണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അക്കാലത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ ഒരു ദലീൽ, വഴികാട്ടി, അന്ന് അങ്ങനത്തെ ഒരു വിഭാഗം തന്നെ ഉണ്ട്. യാത്രാ സംഘങ്ങൾക്ക് വഴികാട്ടുക, കൂലിക്ക് വഴികാട്ടുന്ന ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും വിദഗ്ധനായ ഒരു വഴികാട്ടിയാണ് അബ്ദുല്ലാഹിബിന് ഉറൈഖിത്ത്. ചിലവർ പറയും അബ്ദുല്ലാഹിബിന് അരീഖത്ത്. ഏതായാലും ഈ അബ്ദുല്ലാഹിബിന് ഉറൈഖിത്ത് എന്ന് പറയുന്ന ഇദ്ദേഹം അന്ന് മുശ്രിക്കാണ്. അബൂജഹലിൻ്റെ ഒക്കെ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, ബഹുദൈവ വിശ്വാസിയാണ്. പക്ഷെ അദ്ദേഹം വിശ്വസ്തനും പ്രാപ്തനുമായ ഒരു വഴികാട്ടിയാണ്. അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന് നിശ്ചിത സംഖ്യ സ്വർണ്ണ നാണയം പ്രതിഫലം കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ ഈ രണ്ടൊട്ടകത്തെയും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇന്ന് തൊട്ട് 3 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം രാവിലെ ഫജ്റിന്റെ സമയത്ത് സൗർ മലയുടെ ഗുഹയുടെ താഴ്വര അടുത്ത് നിങ്ങളെത്തണം. കൃത്യമായിട്ട് സമയവും സ്ഥലവും ഒക്കെ പറയാം. 3-ാം ദിവസം രാവിലെ ഫജ്റിന്റെ സമയത്ത് സൗർ മലയുടെ സൗറിൻ്റെ സമീപത്ത് ഈ രണ്ടൊട്ടകളുമായി നിങ്ങൾ വരണം. അങ്ങനെ അദ്ദേഹത്തിനുള്ള കൂലി ഏൽപ്പിച്ച് ഒട്ടകത്തെയും ഏൽപ്പിച്ച് അദ്ദേഹത്തെ വിട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം റെഡിയാക്കി താൽക്കാലികമായി വേണ്ട യാത്രക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളും തയ്യാറാക്കി എല്ലാം റെഡിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പോലെ വീട്ടിൽ എന്നും കിടക്കുന്നത് പോലെ വീട്ടിൽ കിടക്കുന്നതിന് പകരം ഇവർ നേരത്തെ തന്നെ വന്നിണ്. വീട്ടിൻ്റെ ചുറ്റും അവർ അണിനിരന്നിട്ടുണ്ട്. മഹാനായ ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അലി, ഞാൻ ഇപ്പോൾ പുറപ്പെടും. നീ എൻ്റെ വിരിപ്പിൽ കിടക്കണം. ഞാൻ പുതക്കുന്ന ഒരു പച്ച പുതപ്പുണ്ട്, യമനിൽ നിർമ്മിച്ച ഒരു തരം കമ്പിളി. അത് പുതച്ചുകൊണ്ടാണ് ഞാൻ കിടക്കല്. അതേ പുതപ്പ് പുതച്ച് ഞാൻ കിടക്കുന്ന വിരിപ്പിൽ നിങ്ങൾ കിടക്കണം. നിങ്ങൾക്കൊരു അപകടം വരില്ല, നിങ്ങൾ സുരക്ഷിതനായിരിക്കും. ഇനി നാളെ തന്നെ ഞങ്ങളെ കൂടെ വരരുത്. 3 ദിവസം നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം. എന്തിനാണെന്നറിയോ? നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി. ഇവിടെ തന്നെ 3 ദിവസം താമസിക്കണം. എന്തിനാണെന്നാ, മക്കയിലുള്ള അബൂജഹൽ ഉൾപ്പെടെയുള്ള വലിയ വലിയ പണക്കാരുടെ വിലപിടിപ്പുള്ള സ്വർണങ്ങൾ, രത്നങ്ങൾ, മുത്തുകൾ തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഇത്രയൊക്കെ ശത്രുതയുള്ളെങ്കിലും അൽ അമീൻ എന്ന അസ്വാദിഖ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നബി തങ്ങളെ അപ്പോഴും അവർക്ക് വിശ്വാസമാണ്. സംഗതി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അവർക്ക് സ്വീകാര്യമല്ല. പ്രാസ്ഥാനികമായി ദഅവത്ത് രംഗത്ത് അവർ ശത്രുക്കളാണ് എങ്കിലും വ്യക്തിപരമായി 100% അപ്പോഴും. എന്നിട്ട് ഓരോരുത്തരുടെയും ലിസ്റ്റ് കൊടുത്തു. ഇന്ന സാധനം ഇന്ന ആളുടേതാണ്, ഇന്ന സാധനം ഇന്ന ആളുടേതാണ് എന്നതിന് പൂർണ്ണമായി ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, നാളെ മുതൽ 3 ദിവസം കൊണ്ട് ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ ഉടമകളെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കണം. നോക്കണേ, ആ ജനതയ്ക്ക് അപ്പോഴും നിബിതങ്ങളിലുള്ള വിശ്വാസം. ഇത്രയും ചട്ടം കെട്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ
സംസാരിക്കാം. വാഹൃദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.